നടി കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എങ്കിലും അവരുടെ വിശേഷങ്ങളറിയാൻ ആരാധകർക്കെന്നും ആകാംക്ഷയാണ്. അതുകൊണ്ടാവാം അവരുടെ ഓരോ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നാൽ കൂടിയും ആഘോഷത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോഴിതാ നടിയുടെ ആസ്തിയും അവർ സിനിമയിൽ അഭിനയിച്ച സമയം കൈപ്പറ്റിയ പ്രതിഫലവും ഒക്കെയാണ് ചർച്ചയാകുന്നത്. ദിലീപിന്റെ സ്വത്തുക്കൾ ഒന്നും താരത്തിന് ആവശ്യമില്ല, അല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബാലതാരമായി തുടക്കം. മലയാളം, തമിഴ് ചിത്രങ്ങളിൽ സജീവമായിരുന്ന ഒരു സമയത്ത് ഒരു അഭിനേത്രിയാണ് കാവ്യ മാധവൻ. ബാലതാരമായാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. പൂക്കാലം വരവായി, അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി വേഷമിടുന്നത്. ഓരോ സിനിമയ്ക്കും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യയ്ക്ക് ആയിരുന്നു. ആദ്യ വിവാഹം നടക്കുന്നത് റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ സിനിമയ്ക്ക് ലക്ഷങ്ങളായിരുന്നു ആ സമയത്ത് കാവ്യ പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്റ്റേറ്റ് അവാർഡുകൾ അടക്കം സ്വന്തമാക്കിയ കാവ്യയ്ക്ക് കൈനിറയെ സിനിമകൾ കിട്ടുന്നതിൻ്റെ ഇടയിലായിരുന്നു അവരുടെ ആദ്യ വിവാഹം നടക്കുന്നത്. സിനിമയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നേടിയതിനു പിന്നാലെയായിരുന്നു അവരുടെ വിവാഹം. സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യ വിവാഹവേദിയിൽ എത്തിയത്. കഴുത്തു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകൾ അണിഞ്ഞും കൈനിറയെ വളകൾ അണിഞ്ഞും സർവാഭരണ വിഭൂഷിതയായിരുന്നു കാവ്യ. ഏകദേശം 500 പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാവും എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ. ദിലീപുമായുള്ള ആദ്യ വിവാഹം ധരിച്ച അത്രയും സ്വർണം കാവ്യ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല. ട്രഡീഷണലാണോ കണ്ടംപററിയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റ വലിയ മാലയായിരുന്നു. 2 മാലകൾ ചേർന്ന ഡിസൈൻ ഉള്ള നെക്ക് പീസായിരുന്നു കാവ്യ രണ്ടാം വിവാഹത്തിന് അണിഞ്ഞത്. സെമി പ്രഷ്യസ് സ്റ്റോണുകളും ഉപയോഗിച്ച നെക്ലേസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ്.